ഈ രാജാ സാറും വിദ്യാസാഗർ സാറും റഹ്മാൻ സാറും ഒക്കെ ഇല്ലെങ്കിൽ അവരെയൊക്കെ ഭയങ്കര മനസ്സിൽ ഇങ്ങനെ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരാളാണ്. കൊച്ചിലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഈ ലെജൻസ് ഒക്കെ ചെയ്ത ചില വർക്കുകൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഇത് നമുക്ക് അയ്യോ അവിടെ എത്തണം, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ വലിയ വർക്ക് ഇല്ലെങ്കിൽ ആൾക്കാർ എക്സിസ്റ്റ് ചെയ്യുന്ന വർക്കുകൾ ചെയ്യണം എന്നുള്ളത്. അപ്പം ടെൻഷൻ ആവുമോ? ഇപ്പം ആക്ച്വലി ഞാൻ ആ ടെൻഷൻ ഫേസ് മറികടന്നു. എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരണം, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യണം. നമ്മളും ഈ റീസെൻ്റ്ലി ഇതൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം നമ്മൾ കാത്തിരുമ്പോഴേക്കും നമ്മുടെ ഒരു സമയം കഴിയും. നമ്മൾ ഏജ്ഡ് ആവും. നമുക്ക് ചിലപ്പോൾ ഇന്നിപ്പോൾ ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ആ സമയത്ത് പറ്റൂല. ഞാനെപ്പോഴും ഓർക്കുന്നത് ആക്ട് നൗ. ഇപ്പം ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്, ഇപ്പോൾ വിദ്യാസാഗർ സാറാണെങ്കിലും ഔസേപ്പ് ബച്ചൻ സാർ, റഹ്മാൻ സാർ, അവരുടെ ആ സമയത്ത് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത് ഒരു പക്ഷേ സിനിമയിലാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു വന്ദേമാതരം പോലുള്ള ആൽബം ഒരാൾ വിചാരിച്ചാൽ അത് സാധ്യമാവും. പക്ഷെ സിനിമയിൽ അത് ചെയ്യുമ്പം അതുപോലെ കഥ വരണം, അതുപോലുള്ള ഡയറക്ടർ വരണം, അതുപോലുള്ള പ്രൊഡക്ഷൻ വരണം, അതുപോലെ അഭിനേതാക്കളും വരണം. ഇല്ലെങ്കിൽ ഒരിക്കലും ഹിസൈനസ് അബ്ദുള്ള ഉണ്ടാവില്ല, ദേവദൂതൻ ഉണ്ടാവില്ല, റോജ ഉണ്ടാവില്ല, രംഗീല ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിപ്പോൾ ആക്ച്വലി ആലോചിക്കുന്നത് എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള സിനിമകൾ എങ്ങനെ നമുക്ക് സാധ്യമാക്കാൻ പറ്റും എന്നുള്ള ആലോചനയിലെത്തി. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള മ്യൂസിക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാത്തിരിക്കേണ്ടി വരും. മാനേജർക്ക് എന്തോ പറയാനുണ്ട്, അതിനകത്ത് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് പറയാ? സപ്പോർട്ടാണുള്ളത്. അതേപോലെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക എന്ത് ചെയ്യും എന്നുള്ളത്. എന്തെങ്കിലും ഇത് സജഷൻസോ ഹിന്റോ ഒക്കെ കൊടുത്തോ, ഇങ്ങനെ നമുക്ക് പിടിച്ചാലോ, അങ്ങനെയൊക്കെ കുറെയൊക്കെ പറയും, അങ്ങനെയൊക്കെ സംസാരിക്കും. പക്ഷെ അപ്പൊ അവിടെ ഈ പെയിനൊക്കെ എടുക്കേണ്ടി വരുന്ന ഹിഷാമാണോ അതേ മാനേജറാണോ? പെയിന് ഹാഫ് തന്നെയാണ്. എനിക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ അവളും അത് പെയിൻ സഫർ ചെയ്യണമല്ലോ. ഞാൻ ഹാപ്പി ആകുമ്പോൾ അവൾ ഹാപ്പി. അത് ഇപ്പോഴും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും കൂടെയാണ് ശരിക്കും ഇൻഡസ്ട്രിയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹിഷാം വർക്ക് ചെയ്യുമ്പോഴും പക്ഷെ ബുദ്ധിപരമായിട്ട് ഇതിനെ സോർട്ട് ഔട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. ഇൻഡസ്ട്രിയിൽ എവിടെ ഇടപെടുന്ന സിനിമകൾ ഇക്കാക്ക് കാണാൻ സമയം കിട്ടാറില്ല. എല്ലാം ഞാനാ പോയാ കാണും, ഒറ്റയ്ക്ക് എന്നെ പോയി കാണും. എല്ലാ സിനിമകളും കണ്ട് അതിന്റെ മ്യൂസിക്കും എല്ലാം ശ്രദ്ധിച്ച് ഞാൻ അവിടെ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ടാവും, ഇത് മിസ്സാക്കണ്ട, ഇങ്ങനെ പോകുന്നുണ്ട് ഇക്ക, ഇങ്ങനെയാ സംഭവം നടക്കുന്നത്, അത് വലിയ സുഖമില്ല ഇക്ക, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം പറയും. നല്ലതും ചീത്തയും എല്ലാം പറഞ്ഞ് അപ്പൊ തന്നെ കാര്യങ്ങൾ അറിയിക്കും. അത് കാണേണ്ടതാണെങ്കിൽ ഞാൻ ഇക്കാനോട് പറയും കാണണം ഇക്ക, എന്തായാലും ഇക്ക കാണാനുണ്ട് ആ സിനിമ, ഇക്കാന്റെ വർക്കിനായിട്ടൊരു ബന്ധം വരുന്നൊരു സിനിമയാണെന്ന് ഞാൻ പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹിഷാം പറയുന്നത് പോലെ ഇതിനൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ മാനേജറും കൂടെ വിചാരിക്കണം അല്ലേ? എങ്കിലേ പറ്റുള്ളൂ. കാരണം ഇത് പാതി എടുത്തോണ്ടിരിക്കുകയാണല്ലോ, ഇല്ലേ? അതെ, ഇനിയിപ്പോൾ അവളും എഫേർട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് യൂഷ്വലി ആളെ ഞാൻ ഇൻഫോം ചെയ്യുന്ന ആ ഇൻഫർമേഷൻ ആയിരിക്കും ഐഷുവിനും അറിയാവുന്നത്. പക്ഷെ ഇപ്പം അവളും ഭാഗമാകാൻ തുടങ്ങി കുറച്ചും കൂടെ കൂടുതൽ. കാരണം നമുക്ക് പ്രോജക്ട്സ് അത്രയും ഉണ്ട്, നമ്മുടെ ടീം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഷീ ഹാസ് ടു ആക്ട് നൗ. അപ്പം അവളും അത് സ്വമേധയാ റെഡിയായി വരിക എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ടല്ലോ, അവളും അത് ഓൾറെഡി ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അപ്പൊ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒരാൾ വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പൊ ചിത്ര ചേച്ചിയുടെ കൂടെ ഹസ്ബൻഡ് ഉള്ളതുപോലെ, പൃഥ്വിരാജിന്റെ കൂടെ സുപ്രിയോട് ഉള്ളതുപോലെ ഹിഷാമിനെ വളരണോയെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിഷയാണ് ഇനി അടുത്ത് മാർക്കറ്റ് ചെയ്ത് എടുക്കേണ്ടത്. വളർത്തും. കണ്ട കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് അതൊരു വലിയൊരു നിലയിലെത്തണം. ചെറുതൊന്നല്ല, നന്നായിട്ട് വലിയ രീതിക്ക് പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അത് അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ പയറ്റുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാം ഓക്കെ ആവണം. അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു വീഴ്ച ഒരു രീതിയിലും വരാൻ പാടില്ല. കാരണം ഇപ്പുറത്തെ ഒരു സൈഡിൽ ഒരാൾ നമുക്ക് അവളുടെ ലൈഫ് മൊത്തം എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് എന്നെ ഫോക്കസ് ചെയ്യുമ്പം ഐ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ എം സിൻസിയർ ടുവേർഡ്സ് ഇറ്റ്. അത് മാത്രമാണ് ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മിസ്സിങ് വരുമ്പോൾ വർക്കിന്റെ ഇടയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് വരുമ്പോൾ മിസ്സിങ് എങ്ങനെ മാനേജ് ചെയ്യും? അതൊക്കെ ആ കാര്യത്തിൽ അങ്ങനെ മിസ്സിംഗ് ഒക്കെ ആവും. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നേരത്തെ ഒരു കാര്യം ചോദിച്ചില്ല, എക്സ്പ്രസ് എങ്ങനെ, ഞാൻ അങ്ങനെ എക്സ്പ്രസ് ഒന്നും ചെയ്യില്ല. അങ്ങനെ മിസ്സിംഗ് ഒന്നുമില്ല. ഇപ്പൊ ഇക്ക ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ അത് എൻജോയ് ചെയ്യും. എനിക്ക് ഇഷ്ടം അതൊക്കെ. ഞാൻ സിനിമയ്ക്ക് പോകും, ഞാൻ പുറത്ത് പോകും, ഞാൻ ട്രാവൽ ചെയ്യും.
എനിക്കതൊക്കെ ഇഷ്ടമാണ്. ആ കാര്യത്തിൽ നമുക്ക് ഒരു അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ബുദ്ധിമുട്ടിപ്പിക്കൊന്നുമില്ല. ഇപ്പൊ കോളൊക്കെ ചെയ്ത് എന്ത് ചെയ്യാ അങ്ങനെയൊന്നും ചോദിക്കൂല. ഇപ്പൊ ഫ്രീ ആകുമ്പോ വിളിക്കും, കാര്യങ്ങളൊക്കെ പറയും, അപ്പൊ തിരിച്ചു പറയും, അത്രേ ഉള്ളൂ. എനിക്ക് ആ ഫേസിലേക്ക് എത്താൻ കുറച്ച് വർഷം എടുക്കും. അപ്പം അത് ഒറ്റയടിക്ക് ഉണ്ടാവുന്ന ഒരു പ്രോസസ് അല്ല. അത് പതുക്കെ 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 നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ സ്പേസും നമ്മുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്പേസും നമുക്കുണ്ട്. നമ്മുടെ രണ്ടുപേരും എപ്പോഴും പറയാം, നമ്മളിപ്പോൾ ചിലർ ഓർക്കും നിങ്ങൾ എപ്പോഴും ഒന്നിച്ചാണോ, ഫുൾ ടൈം നിങ്ങൾ ഒന്നിച്ചാണോ, അങ്ങനെയല്ല. നമ്മുടെ റെസ്പെക്റ്റീവ് സ്പേസസിൽ ഇപ്പോൾ ഞാൻ അവൾക്കും ഒരു സ്പേസ് കൊടുക്കും. ചില നേരത്ത് അവൾ പറയും എന്നെ കുറച്ച് നേരം ഒന്ന് ഐ വിൽ സ്പീക്ക് ടു യു ലേറ്റർ ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ്. എനിക്കൊന്ന് പുറത്ത് പോകണം ആൻഡ് ഐ തിങ്ക് ഷീ ഹാസ് ടു. കാരണം ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഒരാളിൽ പൂർണ്ണമായും ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചറസ് തിങ് ആണ്. അതൊരു വല്ലാത്തൊരു ദാരിദ്ര്യമായിരിക്കും. കാരണം ആ ആളുടെ അഭാവത്തിലും നമ്മൾ ഹാപ്പി ആയിരിക്കണം. അത് നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കൊന്ന് ഞാനാണ് കൂടുതൽ ഇമോഷണൽ ഡിപ്പെൻഡൻറ്റ്. ഇവള് പിന്നെയും ആ കാര്യത്തിൽ കുറച്ച് സ്ട്രോങ് ആണ്. അപ്പം അതിൻ്റെ പല പ്രാക്ടീസസ് നമ്മൾ ചെയ്യാറുണ്ട്. ഇവളും പറഞ്ഞു തരും ഇക്ക കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കൊന്ന് എന്നെ തള്ളി വിടും. അങ്ങനെ വിടാറുണ്ട് കേട്ടോ. ഇക്ക ഒറ്റയ്ക്കൊന്നും എവിടെയും പോകൂല. ഞാൻ പറയും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഫ്രണ്ട്സിനെ മീറ്റിക്കൊക്കെ അതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു വിടും. ഞാനില്ലെങ്കിൽ എവിടെയും പോകില്ല എന്നുള്ളൊരു ക്യാരക്ടർ. അപ്പം ഞാൻ പറഞ്ഞു വിടും. അപ്പം അങ്ങനെ പോകും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവളുടെ കൂടെ പുറത്തു പോകുന്ന സമയത്ത് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വേറെ എവിടെ പോയാലും, അത് ഫാമിലി ആവട്ടെ, എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ സംസാരിക്കണം. അപ്പം ഞാൻ ഭയങ്കര ഡ്രെയിൻഡ് ഔട്ട് ആയിരിക്കും ഓൾറെഡി വർക്ക് കഴിഞ്ഞിട്ടേ. ചിലപ്പം ഇപ്പോൾ ഒരു സിനിമ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ നടക്കുന്നുണ്ട് രശ്മികാൻ്റെ. അപ്പോൾ അതിലൊരു പാട്ട് 5 ഭാഷ ഞാൻ പാടണം. അതൊരാഴ്ച 1 വീക്ക് പ്രോസസ്സാണ്. ദിവസവും നമ്മൾ ചില ലൈൻസ് പാടണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരാളെ കണ്ട് അവരോടിരുന്ന് സംസാരിക്കാനുള്ള എനർജി ഒന്നും എനിക്ക് ഉണ്ടാവില്ല. കുറച്ചു നേരം ഭക്ഷണം കഴിച്ച് കുറച്ചൊന്ന് ന്യൂസ് നോക്കി, ഇപ്പൊ രജനീഷ് ചേട്ടൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കുറച്ചു നേരം ഒന്നിരുന്ന് കണ്ട് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് സന്തോഷം. നേരത്തെ ഒരു യൂട്ടേൺ ഇട്ടു. ഇത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണ കണ്ടു. എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് ഒരു ഹൈ കിട്ടിയത്. അപ്പൊ അങ്ങനെയൊക്കെ റിലാക്സ് ചെയ്യും. പക്ഷെ അല്ലാതെ ഞാൻ പറയൂ കേട്ടോ, ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യണം. അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ശ്രദ്ധിക്കും. ഇപ്പൊ എന്റെ കൂടെ പോകുമ്പോ എന്നെ ശ്രദ്ധിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്ക് പോകുമ്പോ എല്ലാം കൂടി ഞാനാണെങ്കിലും അതൊക്കെ എന്നെ ശ്രദ്ധിക്കട്ടെ എന്ന രീതിക്കാ പോവുക. ഞാനൊന്നും നോക്കൂല. ഒറ്റയ്ക്കാകുമ്പോ ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു വിടും. ശരിക്കും ഇതെനിക്ക് പുതിയ കാര്യമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ശരിക്കും ഗിവ് ആൻഡ് ടേക്ക് ആണ് കേട്ടോ. കാരണം ഇതിൽ ഏതാണ് ബുദ്ധിജീവി എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ബുദ്ധി. അതെ, രണ്ടും ബുദ്ധിജീവികളാണ്, ഓരോ ഏരിയയിലാണെന്നേ ഉള്ളൂ അല്ലേ. ആയിഷയാണോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഹിഷാം കയറി പറയണ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആയിഷ അല്ല ഇത് ഹിഷാമിന്റെ ഐഡിയ ആണ്. എനിക്ക് തോന്നുന്നു ഇത്രയധികം വീക്ഷിക്കുന്ന ഒരാളെ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത്. അതെ 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 അതെ, അത് ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും പറയുന്നതിൽ കാര്യമുണ്ട്, അർത്ഥമുണ്ട്, ബുദ്ധിയുണ്ട്. അപ്പം ഹിഷാമ് പൊതുവിൽ ഇത്രയും ബുദ്ധിയുള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. ഹിഷാമ് വളരെ പാവപ്പെട്ട മാനേജർ നയിക്കുന്ന ഒരു ആളായിട്ടാണ് മനസ്സിലായത്. ഇത് മാനേജർ നയിക്കുന്ന ആളല്ല, ഇത് വേറെയാണ്. ബുദ്ധിമാനാണ്. അപ്പം ആയിഷയ്ക്കുള്ള കുറച്ച് ഗുണങ്ങള് ശരിക്കും ഹിഷാം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ആയിഷയുടെ ഗുണങ്ങൾ വെച്ചിട്ട് ഹിഷാമിന് തന്നെയാണ് അതിന്റെ ഒരു ബൂസ്റ്റ് നേട്ടമൊക്കെ കിട്ടുന്നത്. ആയിഷു വിചാരിക്കുന്നുണ്ട് ഞാൻ ചുവരിലെടുക്കുന്നോണ്ടാണ്. അല്ല ആയിഷു, ഹിഷാം ചില സമയത്ത് ഞാൻ ചോദിക്കും മ്യൂസിക് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ലെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അത് സത്യമാണ്. ആക്ച്വലി മ്യൂസിക് ചെയ്യാൻ അതിന്റെ കാര്യങ്ങൾ മാത്രമേ അറിയൂ. വേറെ ഒരു സാധനം, ഒരു ടേബിൾ ഒന്ന് നീക്കാൻ പറഞ്ഞാൽ പോലും അതെങ്ങനെയാ നീക്കണ്ടേന്ന് അറിയില്ല. എന്താ വെച്ചാൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് നീക്കി വെച്ചാ അവള് നീക്കി വെച്ച സ്ഥലത്താവില്ല അത് വരിക. അതുകൊണ്ട് ഇടപെടാത്തതാണ്. അത് അതിൽ നിന്നും സ്ട്രെസ് കൊടുക്കേണ്ടതാണ്. നിങ്ങളിപ്പോ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കും. മ്യൂസിക് ചെയ്താൽ മതി, അതുകൊണ്ടാണ് ഞാൻ എല്ലാം ബാക്കി ചെയ്യുന്നത്. എനിക്കും അതേ അഭിപ്രായമാണ്. ഈ മനുഷ്യനെ കൊണ്ട് ടേബിൾ ഒന്നും തൽക്കാലം വേണ്ട, പിന്നീട് നമുക്ക് കുറച്ച് പണിയൊക്കെ കൊടുക്കാം. ഞാൻ പറയും വേറെ ഒന്നും ചെയ്യണ്ട, ഇപ്പൊ പാട്ട് മാത്രം ചെയ്താൽ ഇപ്പൊ നമുക്കത് പിഴിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് ആ കാര്യത്തിലേക്ക് വരും.